നമസ്കാരം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കുറ്റാരോപിതനായ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് കേരള പോലീസിന്റെ കാര്യക്ഷമത. കാരണം പോലീസിന്റെ മൂക്കിന് താഴെ പ്രതി ഉണ്ടായിട്ട് പോലും ഇത്രയും ദിവസങ്ങൾ ഒന്ന് തൊടാൻ പോലും കഴിയാതെ ഏമാന്മാർ കയ്യും കെട്ടി നോക്കി നിന്നു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് സുഗാന്ത് കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സുഗാന്തിന്റെ കീഴടങ്ങൽ. ഇതോടെ കേരള പോലീസ് അരിച്ചുപറക്കിയ പ്രതി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. അറസ്റ്റ് ഒഴിവാക്കി കീഴടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ശ്രദ്ധേയം. സുഗാന്ത് രാജ്യം വിട്ടുവെന്ന് വരെ പ്രചരണമുണ്ടായിരുന്നു. സംസ്ഥാനം വിട്ട പ്രതിയെ എങ്ങനെ കണ്ടെത്തുമെന്നും ചോദ്യങ്ങൾ പോലീസിൽ നിന്നുയർന്നു. അത്തരത്തിലൊരു പ്രതിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഇതോടെ പോലീസിന്റെ മൂക്കിന് താഴെ തന്നെ സുഗാന്ത് ഉണ്ടായിരുന്നുവെന്നത് വ്യക്തം. കേരള പോലീസിന് നാണക്കേടായി മാറുകയാണ് ഈ കീഴടങ്ങൽ. സുഗാന്തിന്റെ കുഞ്ഞമ്മയുടെ മകൻ കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. ഈ ബന്ധുവിന്റെ അടുത്ത് സുഗാന്ത് ഉണ്ടാകുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരും വരെ സുഗാന്തിന് ഒളിവിൽ താമസിക്കാൻ അവസരമൊരുക്കിയെന്നാണ് ഉയരുന്ന സംശയം. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ സുഗാന്തിന് മുന്നിൽ മറ്റൊരു സാധ്യത ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങൽ. ഇതോടെ സുഗാന്ത് ജയിലിലാകുമെന്നും ഉറപ്പായി. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് കൊച്ചിയിൽ പ്രതി കീഴടങ്ങിയത്. പ്രതിക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി തള്ളിയത്. പ്രതിക്ക് കീഴടങ്ങാമെന്നും കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിന് ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ നാടകീയ കീഴടങ്ങൽ. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. യുവതിയുമായി താൻ പ്രണയത്തിലായിരുന്നെന്നും വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഇതിനെ എതിർത്ത വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു വാദം. എന്നാൽ കേസ് അന്വേഷണത്തിൽ തെളിയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് കോടതി പറഞ്ഞു. ഒന്നിലേറെ ബന്ധങ്ങളായാണ് പ്രതി മുന്നോട്ടു പോയത്. മരിച്ച യുവതി തന്റെ ശമ്പളം പോലും പ്രതിക്ക് അയച്ചു കൊടുത്തിരുന്നു. എല്ലാവിധത്തിലും യുവതിക്ക് മേൽ പ്രതി ആധിപത്യം സ്ഥാപിച്ചിരുന്നു. യുവതിയെ മരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതായ കാര്യങ്ങൾ കൂടി പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ഡയറിയിലെ വിവരങ്ങൾ ചോർന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവതിയും സുഗാന്തുമായുള്ള ടെലഗ്രാമിലെ ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നീ എന്ന് മരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സുഗാന്തിന്റെ ചാറ്റിലുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.